നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ കുഴിച്ചാടിക്കണവർ വെഡിത്തം ഓതി കൊടുക്കാണ്ട് വിവരവും സ്ട്രോങ് വചനങ്ങളും പറഞ്ഞ് അതാണ് പ്രാർത്ഥന. ജൽപ്പനയും ജപമാലയൊക്കെ അരോചകമാണ്. ജീവനില്ലാത്ത മരിച്ചവർക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ തമ്മിൽ ജീവനില്ലാത്തതിൽ മുഴുകാണ്ട് തമ്മിൽ തമ്മിൽ സദ്വചനങ്ങൾ, സ്ട്രോങ് വചനങ്ങൾ, തമ്മിൽ തമ്മിൽ ഉന്നതിക്കുള്ള കാര്യങ്ങൾ കൈമാറേണ്ടത്. അതാണ് പ്രാർത്ഥന. അപ്പോൾ തെറ്റ് മനസ്സിലാക്കി മാറണം. നിങ്ങൾ മാറാൻ തയ്യാറല്ല. തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കുക. തമ്മിൽ തമ്മിൽ ഉയർത്താനുള്ള കാര്യങ്ങളാണ് വേണ്ടത്. മാലാഖമാർക്ക് ചിറക് വരച്ച് വെച്ച് കാണതാണ്. അത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യർക്ക് ഉന്നതി വെഡിത്തത്തിൽ നിന്ന് മാറി വിവരത്തിലേക്ക് നീങ്ങണ രീതിയാണ് കാണിക്കുന്നത്. ഈ ഈ റോമൻ കാത്തലിക്സിന് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നറിയോ? എന്താണെന്ന് വെച്ചാൽ പണ്ട് തൊട്ട് അവരുടെ വിഷം, ത്രീട്ടാട്ട നേച്ചർ, സ്വന്തം തന്തയുടെ തളയുടെയും സ്പൂൺ ഫീഡിങ് അനുകരിക്കാനായിട്ട് ഈ സിറിയൻ കാത്തലിക് ഏതാണെങ്കിലും, മലങ്കര കാത്തലിക്, ഏത് വക വെഡ്ഡികളാണെങ്കിലും, അപ്പോൾ റോമൻ കാത്തലിക് അവർക്ക് രക്ഷയില്ല. എന്താണെന്ന് വെച്ചാൽ ജീവനില്ലാത്ത പ്രതിമകൾക്ക് ആർട്ടിഫിഷ്യാലിറ്റി കൊടുത്ത് രക്തം വരിപ്പിച്ച് ചെകുത്താൻ വെഡ്ഡിത്തരത്തിൻ്റെ ചെകുത്താൻ ബാധ കയറി കോപന, കുമ്മൂട്ടി, കോഹലാൽ പോലത്തെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയുന്ന ഹിന്ദുസ്, മുസ്ലിംസ് പോലത്തെ അവർ ഇതന്നെ ക്യാമറയുടെ വെഡിത്തത്തിന് മുന്നിൽ വെഡി പ്രൂഫാക്കി ജീവനില്ലാത്തവരെ ആരാധിക്കലും ഇതന്നെ സെയിം ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ഗുഡ്കയും ബീഡിയും സിഗരറ്റും വലിച്ച് നടക്കണവർ. അവർക്ക് വേറെ ഏത് ജീവിതമുള്ള മാറാൻ? ഇതിപ്പം മാറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ ജീവിതമുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ മുങ്ങി നിവരേണ്ടത് മുങ്ങി നിവര തന്നെ വേണം. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡും പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പാതിരികളുടെ ആവശ്യമുണ്ടെന്നുള്ള പോലെ അങ്ങനെ യേശുവ കാണിച്ച ജീവനത്തെ വിഗ്രഹങ്ങളെയും നശ്വരമായ സ്ത്രീകളെയും മൃഗങ്ങളെയും മനുഷ്യരുടെയും ഹ്യൂമൻസിൻ്റെയും വിഗ്രഹങ്ങളും പാലും തനൊഴിക്കാൻ പബ്ലിക്കിലെ ഒരു ലൈഫ് 3.5 വർഷം നിന്നപ്പോൾ അതെല്ലാം ചെയ്താൽ അതില്ല. പള്ളിയും മലകളിലും ആരാധിക്കാൻ പാടില്ലാത്ത കാലം വരണമെന്ന് പറയണേ. ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിക്കരുതെന്ന് പറയണേ. അതുപോലെ ജൽപ്പന ജപമാല അരോചകമാണ്. മധ്യസ്ഥന് ഒരാളുള്ളൂ. പാതിരിയുടെ ആവശ്യമില്ല. ഒരു മഹാപുരോഹിതനുള്ളൂ. പരിശുദ്ധനായുള്ള ജീവനുള്ള ദൈവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിഗ്രഹങ്ങളെയും ജീവനില്ലാത്ത പ്രതിമകളെയും ആരാധിക്കണവർ അതാ ബൈബിളിൽ എഴുതിച്ചാണ്. ജൽപ്പനയും ജപമാലയും ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ സദ്വചനങ്ങൾ പറഞ്ഞ് തമ്മിൽ തമ്മിൽ പോഷിപ്പിക്കേണ്ടതും പുഷ്ടിപ്പിക്കേണ്ടതും അതാണ് പ്രാർത്ഥന. ജപമാലയും ജൽപ്പനയും അരോചകമാണ്. ഇത് സാധാരണ രീതിയിൽ പറയേണ്ടതുള്ളൂ. പറഞ്ഞാൽ മാറും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ 8-8-8 32 എന്ന രീതിയിൽ 3-ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ ചേർന്ന് പിന്നെയും 3ാം ക്ലാസ് 5-6 എന്ന രീതിയൊക്കെ വരുമ്പോൾ April 21 മുങ്ങി നിവരാണ്ടാകുമ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് കാണിക്കണതിനെ കിട്ടണേ. അതുപോലെ എല്ലാം കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ ഇറന്ന് പൊട്ടിച്ചാൽ മതി. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. മാറാൻ തയ്യാറില്ലെങ്കിൽ എന്താ ചെയ്യുക? പറയേണ്ട സമയത്ത് പറയും. അത് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇപ്പോൾ ശക്തൻ തമ്പുരാൻ സ്റ്റൈൽ അല്ലെങ്കിൽ അവിടുന്ന് ഒരു സ്ട്രെച്ച്ഡ് ഡയമണ്ട് എന്നുവെച്ചാൽ അവിടെ പട്ടിക്കാട് മണ്ണുത്തി ഹൈവേയുടെ ഹൈവേ പാലസിൻ്റെ മുന്നിൽ തൊട്ടും അവിടെ നിന്ന് ഇങ്ങനെ കുരിശ്ര പള്ളി, നെല്ലിക്കുന്ന് പള്ളിയുടെ ഓട്ടോ സ്റ്റാൻഡ് അവൻ്റെ മുന്നിലും ആ ഒരു ഡയമണ്ട് ഒരു വി ഷേപ്പും ഒരു സ്ട്രെച്ച്ഡ് ഡയമണ്ട് ട്രയാങ്കിൾ ഷേപ്പ് ഡയമണ്ട് ഷേപ്പിൽ പറഞ്ഞ വണ്ടിക്ക് തൊട്ടാൽ പറയും. അപ്പോൾ സമയത്തിന് പറയുമ്പോൾ ഒരു ജസ്റ്റ് പറഞ്ഞു വരാം. അപ്പോൾ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിക്കുന്നത് നശ്വരമായ സ്ത്രീ മക്കളൊക്കെ ഉണ്ടവർക്ക് പിന്നെയും അത് കടിഞ്ഞൂലിൽ ജനിച്ചതെന്ന് പറയണേ. കടിഞ്ഞൂല് വെർജിൻ കന്യകയെന്ന് ജനിച്ചത്. അല്ലാണ്ട് കുറേ മക്കളുണ്ടായിട്ട് ലാസ്റ്റിൽ ജനിച്ചതല്ല എന്ന് പറയണേ. അപ്പോൾ എല്ലാം കറക്റ്റ് അതിന് വേണ്ടി പറയേണ്ടത്. അതിന് നശ്വരമായ സ്ത്രീകളെയും ഹ്യൂമൻസിനെയും അതുപോലെ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കുക. അതിനെ പറഞ്ഞാണ്. അല്ലാണ്ട് കുറേ മൃഗങ്ങളെയും ആരാധിക്കണം എന്നല്ല പറഞ്ഞാണ്. അപ്പോൾ അത് രക്ഷയ്ക്കുള്ളതല്ല. റോമൻസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചത് പല ആൾക്കാരെയും വെഡിത്തത്തിൽ മുഴുക്കി ആകെ ഇല്ലാണ്ടാക്കാനാണ്. അങ്ങനെയാണ് റോമൻ കാത്തലിക്കും സിറിയൻ കാത്തലിക്കും മലങ്കര കാത്തലിക്ക് വന്നത്. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഒരു 550 AD തൊട്ട് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് നിങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. സെയിം ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസിൻ്റെ കൂടെ വെറുതെ അല്ല. തമ്മിൽ ഞാൻ പറയും കുഴിയിൽ ചാടിക്കാൻ തന്നെ. അവിടെ ആര് കിടക്കണേ? ഈ അമേരിക്കയിലുണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് തന്നെ അതിൻ്റെ ഉള്ളിലുള്ളത്, ജോലിക്കുള്ളത് 1000 പേര്. അവരെയാണ് ഈ മുസ്ലിംസ് തന്നെ ഇല്ലാണ്ടാക്കുന്നത്. എവിടെ ചെന്നാലും നോക്കി വെച്ചോ, ഇസ്രായേൽ യഹൂദിയർ നിമിത്തമാണ് യേശു ഫേമസ് ആവാൻ സാക്രിഫൈസ് ഇടേണ്ട. അവർക്ക് മുതൽക്കൂട്ടാണ്. ഹിറ്റ്ലർ അവർക്ക് തലയ്ക്ക് വെളിവില്ലാണ്ട് ഓരോന്നും ചെയ്തു കൂട്ടിയതാണ്. സ്വന്തം ഹതഭാഗ്യം ക്ഷണിച്ചു വരുത്തിയത്.
അത് യഹൂദിയരെ നശിപ്പിച്ചിട്ട്. അപ്പോൾ എന്താ പറയണത്, യഹൂദിയരെ കൊല്ലാൻ മുസ്ലിംസിൻ്റെ സ്ഥലത്തിലുള്ളവർ മുസ്ലിംസിനെയും യഹൂദിയരെയും മുസ്ലിംസ് കൊല്ലുന്നത് അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്വഭാവമാണ്. മുസ്ലിംസിനെയും ഈ മറ്റേ എവിടെയാണ് അതൊരു സ്ഥലമുണ്ട് വെച്ചിട്ട് കുവൈറ്റിലാണ്, അവിടെയൊക്കെ കുവൈറ്റല്ലല്ലോ, ഒരു അങ്ങനെയുള്ള സ്ഥലത്ത് മുസ്ലിം സ്ഥലത്ത് തന്നെ ഈ യഹൂദിയർ താമസിക്കുന്ന സ്ഥലത്ത് മുസ്ലിംസിനും വക വയ്ക്കാണ്ട് ഈ മുസ്ലിംസ് ടെററിസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റുകളാണത്. റോമൻ കാത്തലിക്സിന് കൊല്ലും, തമ്മിൽ കുഴിച്ചടിക്കണ എക്സാമ്പിൾ അതാണ്. വെഡിത്തം ജീവനില്ലാത്തത് ആരാധിച്ച് പറഞ്ഞ് നടക്കണത്. യഹൂദരെയും കൊല്ലും, പക്ഷേ യഹൂദിയർക്ക് മുതൽക്കൂട്ടാന്ന് പറഞ്ഞു, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഗാസയിലുണ്ടായത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഓരോന്ന് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലുണ്ടായതും എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന റോമൻ കാത്തലിക്സും ഈ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും മുസ്ലിംസുമാണ്. അപ്പോൾ തമ്മിൽ ജീവനില്ലാത്ത ആരാധിക്കുമ്പോൾ പറയുക അത് ജീവനില്ലാത്ത ആരാധിക്കുന്നത് പാതിരി വേഷം കെട്ടി അത് കുമ്മുട്ടി കോഹലാൽ ചെയ്യുന്നത് അവരിത് പറയില്ല. അവരതിന് സപ്പോർട്ടായിട്ട് വെഡിത്തത്തിന് സപ്പോർട്ടായിട്ട് പാതിരി വേഷം കെട്ടി ജീവനില്ലാത്തതിനെ ആരാധിച്ച് സ്വാമിയുടെ വേഷം കെട്ടി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട, മൃഗങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട, മൃഗങ്ങൾ ഓടി നടന്ന വെടിത്തത്തിന് വേണ്ടി ആ വെടികൾ അങ്ങോട്ട് ഓടി നടക്കണ പോലെ ഓടി ഇല്ലാണ്ടാവുക. അത് മനസ്സിലാക്കുക വ്യത്യാസം. അപ്പോൾ മാറേണ്ട സമയത്ത് മാറിയില്ല, എങ്ങനെ കിട്ടേണ്ടത് വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ, സൂര്യൻ ഒരു സമയം എടുത്ത് സൂര്യൻ്റെ അടുത്ത് ചെന്ന് സൂര്യൻ്റെ ഉള്ളിൽ ചെന്ന് ചാമ്പലായാലും ചാമ്പലായാലും എർത്ത് പോകണമെന്നില്ല. എർത്ത് ഇങ്ങനെ ഒരു മൂവിങ് ടൈപ്പല്ലേ, അത് അതിൻ്റെ ഉള്ളിൽ മനുഷ്യർക്കാണ് പ്രശ്നം. മനുഷ്യർ മാറിയില്ല, അങ്ങനെ കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മേടിച്ച് കൂട്ടാനും ചെയ്യും. അതാ പറയുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചു പോകുന്നത്. സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിത്യരക്ഷ കിട്ടുന്നല്ല. ജീവിതത്തിൽ ജീവനില്ലാത്ത ആരാധിക്കലും പറയുകയും ചെയ്തതിന് കിട്ടേണ്ട സമയത്ത് നിത്യമായൊരു നാശനെ കിട്ടും. മരണം എന്ന് കൂടി പറയാൻ പറ്റില്ല തന്നെ. മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ധൈര്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയാൻ പറ്റും. ജീവനില്ലാത്ത ആരാധിച്ചും ശോഷിച്ച വാക്കുകൾ പറഞ്ഞിരിക്കണതിന് അത് നാശം എന്നാ പറയാം, നിത്യനാശം.